പിന്നെ പണത്തിൻ്റെ കണക്കിൽ അതിൻ്റെ 14% സർക്കാരിൻ്റെ പണം തന്നെയാണ്. ഇപ്പോൾ എന്തായി പേര്? സർക്കാരിൻ്റെ പണം കട്ടെടുത്ത ആളെന്നുള്ള ചീത്ത പേരും കൂടി മുഖ്യമന്ത്രിക്ക് വരികയാണ്. അതാണ് ഇനിയിപ്പോൾ കേൾക്കാനുള്ളത്. എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നേ? പിണറായി വിജയൻ അത് 2 വ്യക്തികൾ തമ്മിലുള്ള ഇടപാടാണ്, പിന്നെ 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. ആ കമ്പനികൾ തമ്മിൽ പല ഇടപാട് നടക്കും, പല സർവീസും നടക്കും. ആ സർവീസൊക്കെ നടക്കുമ്പോൾ അതിന് പണം കൊടുക്കുന്നവർ പിന്നെ ഓസിനാണോ പണം കൊടുക്കുന്നത്? അത് വീണ വിജയൻ എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ കൊടുത്തു, അവർ സർവീസ് കൊടുത്തു. അതായത് എക്സാലോജിക്ക് CMRL കൊടുത്തു, അതിന് പ്രതിഫലമായി CMRL ഇങ്ങോട്ട് കാശ് കൊടുത്തു, അതിന് GST അടച്ചു. ഇതൊക്കെയാണ് തള്ളിവിട്ടിരുന്നത്. ഒക്കെ പൊളിഞ്ഞില്ലേ? മുഴുവൻ പൊളിഞ്ഞടുങ്ങി. ഇവിടെ സർക്കാരിൻ്റെ അധീനതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ KSIDC ഉണ്ട്. ഈ KSIDCക്ക് 14% ഷെയർ ഉണ്ട് CMRL. അത് മാത്രമല്ല, ഈ CMRLന്റെ ഡയറക്ടർ ബോർഡ് അംഗത്വമുണ്ട്. അതായത് CMRL വീണ വിജയന് പണം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഡയറക്ടർ ബോർഡിലെ മെമ്പർ അറിയാതെ പോകില്ലല്ലോ. അതായത് സർക്കാർ അറിയാതെ പോകില്ലല്ലോ. അതായത് പിണറായി അറിയാതെ പോകില്ലല്ലോ. സംഗതി മനസ്സിലായില്ലേ? അതായത് പിണറായി സർക്കാരിൻ്റെ പണം അല്ലെങ്കിൽ KSIDCയിലെ പണം, KSIDCയുടെ ഷെയറുള്ള CMRLിലെ പണം എടുത്തുകൊണ്ട് മകളുടെ കമ്പനിയായ എക്സാലോജിക്കിലൂടെ അടിച്ചു മാറ്റി. അതായത് കടലാസ് കമ്പനി ഉണ്ടാക്കിയത് ഇത്തരത്തിലുള്ള പണം വരാനുള്ളൊരു മാർഗമായിട്ടാണ്. അതുകൊണ്ടാണ് CMRL നിന്ന് 1,72,00,000 വന്നത്. ആ 1,72,00,000 14% സർക്കാരിൻ്റെ പണം തന്നെയാണ്, KSIDCയുടെ പണം തന്നെയാണ്. അപ്പോൾ KSIDCയിലെ പണം അടിച്ചു മാറ്റാൻ വേണ്ടി ഇവിടെ കടലാസ് കമ്പനി ഉണ്ടാക്കി. എന്നിട്ടാണ് ഈ 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്ന് പറഞ്ഞത്. അത് പൊളിഞ്ഞു. കാരണം KSIDCയിൽ ഇന്ന് രാവിലെ മുതൽ 4 മണിക്കൂർ SFIOന്റെ കുട്ടികൾ കയറി അങ്ങോട്ട് മുഴുവൻ അങ്ങോട്ട് പരിശോധിച്ചു. ആ പരിശോധനയിൽ വിലപ്പെട്ട ഒരുപാട് രേഖകൾ അവർക്ക് കിട്ടി. വളരെ വേണ്ടപ്പെട്ട കുറേ രേഖകൾ എടുത്തു. 2013 മുതലുള്ള രേഖകൾ പരിശോധിച്ചു എന്നാണ് കേൾക്കുന്നത്. വളരെ വിലപ്പെട്ട കുറച്ച് രേഖകൾ കൊണ്ടുപോയി. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു പൊതുമേഖലാ സ്ഥാപനമായ KSIDCയിൽ ഈ SFIO അന്വേഷണത്തിന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ CMRLിൽ കഴിഞ്ഞ ദിവസം 2 ദിവസം തുടർച്ചയായി അവിടെ റെയ്ഡ് നടത്തി രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, ഈ KSIDCയിൽ നിന്നും കുറച്ച് രേഖകൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇനി അടുത്തത് എവിടെ വരിക? സ്വാഭാവികമായും ഇനി അടുത്ത നോട്ടീസ് കൊടുക്കുന്നത് വീണ വിജയനാണ്. കുടുങ്ങി, അടഞ്ഞു കുടുങ്ങി. ആരും രക്ഷിക്കാൻ കഴിയില്ല. അമ്മാതിരി കൊടുക്കാണ് കുടുങ്ങിയേക്കുന്നത്. ഇവിടെ ഈ അന്വേഷണം പാടില്ല, അവിടെ ഒന്നുമില്ല, ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലെ ഏതോ ഒരു വക്കീലിനെ വിളിച്ചിട്ട് ഉപദേശം തേടിയത്രേ. അങ്ങനെ ഉപദേശം തേടാൻ വേണ്ടി കൊടുത്തത് ലക്ഷങ്ങളാണ്. ആരുടെ പണം? പാർട്ടി ഫണ്ടല്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ നേതാവിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടൊന്ന ഫണ്ടുമല്ല. ഖജനാവിലെ പണം എടുത്തു കൊടുത്തു. ഖജനാവിലെ പണം എടുത്ത് ഉപദേശം കൊടുത്തു. കാരണം KSIDCന്റെ പിന്നെ പൊതുമേഖലാ സ്ഥാപനമാണല്ലോ, അതിൽ റെയ്ഡ് വരാതിരിക്കാൻ, അതിൽ പരിശോധനയ്ക്ക് വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ ഫണ്ടാണ്, അതായത് എൻ്റെ നിങ്ങളുടെ ഫണ്ടാണ്. ആ ഫണ്ട് എടുത്ത് കൊടുത്തിട്ട് അത് തടയണം. ഏത് KSIDCയിൽ ഈ SFIO വന്ന് പരിശോധിക്കുന്നത് തടയണം എന്ന് ഹൈക്കോടതിക്ക് ഉത്തരവ് കൊടുത്തു പിണറായി വിജയൻ. പക്ഷേ പിണറായി വിജയൻ പറയുന്ന അനുസരിച്ചുള്ള ഉത്തരവ് കൊടുക്കാൻ തൽക്കാലം ഹൈക്കോടതിക്ക് പറ്റില്ല എന്നതുകൊണ്ട് മൂപ്പര് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അല്ല, അവിടെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനായി ഭയക്കുന്നത്? അവരന്വേഷിച്ചിട്ട് പോട്ടെ എന്ന്. അങ്ങനെ ആ ഫയല് തള്ളണം എന്ന് പറഞ്ഞിട്ടുള്ള ഹർജി എടുത്ത് ചവറ്റുകൊട്ടയിലിട്ടു. സംഭവം എന്തായി? പരിശോധന നടന്നു. രാവിലെ അങ്ങോട്ട് എത്തി. 4 പേരാണ് പരിശോധനയ്ക്ക് വന്നത്. ഡയറക്ടർ ഉണ്ടായിരുന്നു. അതടക്കം 4 പേര് വന്ന് പരിശോധന നടത്തിയിട്ട് 2013 മുതലുള്ള രേഖകളെല്ലാം മാന്തി പൊളിച്ചിട്ട് പരിശോധിച്ചു. വിലപ്പെട്ട കുറച്ച് രേഖകൾ കിട്ടി, അതെടുത്തുകൊണ്ട് പോയി. ഇത്രയാണ് ഇന്ന് സംഭവിച്ചത്. ഇതിൽ നിന്ന് പൊളിഞ്ഞത് എന്താണ്? 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. അത് 1,72,00,000 എന്നല്ല, ഇനി 17 കോടി ആയാലും അത് എക്സാലോജിക്കും CMRLും ആയതുകൊണ്ട് തന്നെ അത് നമ്മളതിന് ഉത്തരം പറയേണ്ട, സർക്കാരിൻ്റെ പങ്കാളിത്തമല്ല, മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വന്ന് പരിശോധിച്ചവിടെ KSIDCയിൽ. ഈ KSIDC ഏതാ? ഒരു സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം. അവിടെ വന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വീണ വിജയൻ്റെ അടുത്ത് പരിശോധിക്കും. ഇനി അതും കഴിഞ്ഞിട്ട് എവിടെ എത്തും? KSIDCയിൽ വന്ന നിലയ്ക്ക് ഇനി വീണ വിജയനെ ഒന്ന് പിടിച്ച് കുടഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വീണയ്ക്ക് പറയേണ്ടി വരും, എക്സാലോജിക്ക് എന്നതൊരു പേപ്പർ കമ്പനിയാണ്, എൻ്റെ അപ്പൻ പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്, വേറെ നിവൃത്തിയില്ല എന്ന് പറയേണ്ടി വരും. അപ്പം നേരെ ക്ലിഫ് ഹൗസിലേക്ക് അടുത്ത എൻക്വയറി വരും. അധികം വൈകാതെ വരും. ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, പിടിച്ചാൽ പിടി കിട്ടൂല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. കാരണം ഈ KSIDC എന്ന് പറയുന്ന ഒരു സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ 14% ഷെയർ ഈ CMRLിലുണ്ട്. അതുകൊണ്ട് തന്നെ CMRLിൽ ഈ പറഞ്ഞ KSIDCക്ക് ഒരു
ഡയറക്ടർ ബോർഡ് മെമ്പർഷിപ്പും ഉണ്ട്. സ്വാഭാവികമായും അവിടെ നിന്ന് 1 രൂപ അനങ്ങിക്കഴിഞ്ഞാൽ അത് KSATC അറിയും, മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയും. അങ്ങനെയാണെങ്കിൽ 1,72,00,000 രൂപ ഈ CMRL നിന്ന് എക്സാലോജിക്കിലേക്ക് പോയപ്പോൾ അത് പിണറായി വിജയൻ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ പണത്തിൻ്റെ കണക്കിൽ അതിൻ്റെ 14% സർക്കാരിൻ്റെ പണം തന്നെയാണ്. ഇപ്പോൾ എന്തായി പേര്? സർക്കാരിൻ്റെ പണം കട്ടെടുത്ത ആളെന്നുള്ള ചീത്ത പേരും കൂടി മുഖ്യമന്ത്രിക്ക് വരികയാണ്. അതാണ് ഇനിയിപ്പോൾ കേൾക്കാനുള്ളത്.